ഹലോ മക്കളെ, നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലെ ബോട്ടണി പഠിച്ചു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയയാണ് പ്ലാന്റ് ഫിസിയോളജി എന്നുള്ളൊരു യൂണിറ്റ്. പ്ലാന്റ് ഫിസിയോളജിയിൽ ഏറ്റവും കൂടുതൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആ ചാപ്റ്റർ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടും എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ETS എന്ന് പറയുന്നത്, അഥവാ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം. ഈ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് കോളം 1 വിത്ത് കോളം 2 ആണ് കൊടുത്തേക്കുന്നത്. ഒരു കോളത്തിൽ കോളം 1ൽ കോംപ്ലക്സുകളാണ് കൊടുത്തേക്കുന്നത്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 2 ആൻഡ് കോംപ്ലക്സ് 4. ആ കോളം 2ൽ ആ കോംപ്ലക്സുകളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. ഇവ മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എടുക്കാനാണ് മക്കളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ETSൻ്റെ ഡയഗ്രാം വളരെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മക്കൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നമ്മൾ ഒരു മൈറ്റോകോൺട്രിയയുടെ ഒരു മൈറ്റോകോൺട്രിയക്ക് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് നമുക്കറിയാം, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട് എന്നറിയാം. അഥവാ മൈറ്റോകോൺട്രിയ ഡബിൾ ലെയർഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഡബിൾ ലെയറിലെ മൈറ്റോകോൺട്രിയ ഏറ്റവും പുറമേ ഉള്ള മെംബ്രെയിനാണ് മക്കളീ കാണുന്നത്, ഏറ്റവും ഔട്ടർ മെംബ്രെയിനാണ് നിങ്ങളീ കണ്ടത്. ഈ നീല കളറിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഔട്ടർ മെംബ്രെയിൻ ഇവിടെ ഉണ്ട്, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ഇവിടെ ഉണ്ട്. ആ 2 മെംബ്രെയിനുകൾക്ക് ഇടയിൽ മക്കളൊരു സ്പേസ് കണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഇന്റർ എന്ന് പറഞ്ഞാൽ ഇടയിൽ, 2 മെംബ്രെയിൻസിന് ഇടയിലുള്ള ഒരു സ്പേസ്. അപ്പോൾ പറഞ്ഞു ഔട്ടർ മെംബ്രെയിൻ, ഇന്റർ മെംബ്രെയിൻ സ്പേസ്, അത് കഴിഞ്ഞിട്ട് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിനിലാണ് ആര് കിടക്കുന്നത്? ഇലക്ട്രോൺ കാരിയേഴ്സ് ഒക്കെ കിടക്കുന്നത്. ഇലക്ട്രോൺ കാരിയേഴ്സ് കുറേ എണ്ണം കൂടിയിട്ട് ഓരോ കോംപ്ലക്സുകളായിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ പരിശോധിക്കുമ്പോൾ അതിൽ 5 കോംപ്ലക്സുകളെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ആദ്യ 4 കോംപ്ലക്സുകൾ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നതാണ്. അവസാനത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ 5 കോംപ്ലക്സുകളുണ്ട്. ആദ്യ 4 കോംപ്ലക്സുകൾ ഇലക്ട്രോണുകളെ ക്യാരി ചെയ്യുമ്പോൾ 5ാമത്തെ കോംപ്ലക്സിലുള്ള ആൾ പ്രോട്ടോണിനെയാണ് ക്യാരി ചെയ്യുക. ഇനി ഓരോ കോംപ്ലക്സിൻ്റെയും പേരാണ് നമ്മൾ പഠിച്ചേക്കേണ്ടത്. ഓരോ കോംപ്ലക്സിൻ്റെ പേരാണ് ഇവിടുന്ന് നമ്മളോട് മാച്ചിങ്ങിന് ചോദിച്ചുള്ളൂ. അപ്പോൾ ഈ ഡയഗ്രാം വെച്ചുള്ള ചോദ്യമാണ്, എല്ലാവരും നോക്കിക്കോളൂ. കോംപ്ലക്സ് 1ൻ്റെ പേരാണ് NADH ഡീഹൈഡ്രോജിനേസ് എന്നാണ് പറയാം. എല്ലാവരും പഠിച്ച് കോംപ്ലക്സ് 1ൻ്റെ പേര് NADH ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 2ൻ്റെ പേരാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ് പറയാം. കോംപ്ലക്സ് 2ൻ്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ്. കോംപ്ലക്സ് 3ൻ്റെ പേര് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നാണ്. സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. കോംപ്ലക്സ് 4ൻ്റെ പേരാണ് സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്നാണ് പറയാം. അപ്പോൾ ആ 4 പേരുകൾ എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുക. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജിനേസ്, കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്, കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്നാണ് പറയാം. ഈ 4 കോംപ്ലക്സുകളും ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ 5ാമത്തെ കോംപ്ലക്സ് ആണ് ഇത് കിടക്കുന്നത്. ഇതിനെ നമ്മൾ ATP സിന്തേസ് എൻസൈം എന്നാണ് വിളിക്കുക. ATP സിന്തേസ് എന്നാണ് 5ാമത്തെ കോംപ്ലക്സിൻ്റെ പേര്. അപ്പോൾ 5 കോംപ്ലക്സുകൾ എല്ലാവർക്കും മനസ്സിലായി. ഇനി ഈ കോംപ്ലക്സുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരാരൊക്കെയെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ വരിക. കോംപ്ലക്സ് 1നെയും കോംപ്ലക്സ് 3നെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലുള്ള ആളാണ് യുബിക്യുനോൺ എന്ന് പറയുന്ന ആൾ. ആരാണ്? യുബിക്യുനോൺ. അതേപോലെ തന്നെ കോംപ്ലക്സ് 2നെയും കോംപ്ലക്സ് 3നെയും കണക്ട് ചെയ്യാൻ ഒരാളുണ്ട്, അതും യുബിക്യുനോൺ തന്നെയാണ്. അപ്പോൾ 1നെയും 3നെയും കണക്ട് ചെയ്യാൻ യുബിക്യുനോൺ, 2നെയും 3നെയും കണക്ട് ചെയ്യാൻ യുബിക്യുനോൺ. എന്നാൽ കോംപ്ലക്സ് 3നെയും കോംപ്ലക്സ് 4നെയും കണക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. 3നെയും 4നെയും കണക്ട് ചെയ്യുന്ന ആളാണ് സൈറ്റോക്രോം C എന്ന് പറയുന്ന ആളാണുള്ളത്. അതാണ് ഇവിടുത്തെ മുന്നേ ചോദിച്ചുള്ളത്. കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4 ആർ കണക്റ്റഡ് ബൈ എ സ്മോൾ ഇലക്ട്രോൺ കാരിയർ. അയാളുടെ പേരാണ് സൈറ്റോക്രോം C. ഇനി നോക്കിക്കോട്ടെ, 1നെയും 3നെയും കണക്ട് ചെയ്യാൻ യുബിക്യുനോൺ. അതിരിക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ കോംപ്ലക്സ് 2നെയും കോംപ്ലക്സ് 3നെയും കണക്ട് ചെയ്യുന്നതും യുബിക്യുനോൺ ആണ്. അയാൾ ഇരിക്കുന്നതും ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഉള്ളിലാണ്. എന്നാൽ ഈ കോംപ്ലക്സ് 3നെയും കോംപ്ലക്സ് 4നെയും കണക്ട് ചെയ്യുന്ന സൈറ്റോക്രോം C ഇരിക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഉള്ളിലല്ല. പിന്നെ അതെവിടെയാണ്? ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസ് ആണിത്, ഔട്ടർ സർഫസ് ആണ്. ഈ ഭാഗമാണ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസ്. ഈ ഭാഗമാണ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോക്രോം C എവിടെയായിരിക്കുന്നത്? ഈ സൈറ്റോക്രോം C ഇരിക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിലാണ്. അതാണ് ഇവിടുത്തെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും കിട്ടി. കോംപ്ലക്സ് 1നെയും 3നെയും കണക്ട് ചെയ്യാൻ യുബിക്യുനോൺ, 2നെയും 3നെയും കണക്ട് ചെയ്യാൻ യുബിക്യുനോൺ, 3നെയും 4നെയും കണക്ട് ചെയ്യാൻ സൈറ്റോക്രോം C. ഈ സൈറ്റോക്രോം C ഇരിക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിലാണ്. നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ 5ാമത്തെ കോംപ്ലക്സിൻ്റെ ATP സിന്തേസ്. അതിന് 2 ഭാഗങ്ങളാണുള്ളത്. F0 എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്, F1 എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്. ഇതാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4 ഇവരുടെ പേരാണ് മാച്ചിങ്ങിന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ചെയ്ത് നോക്കിക്കേ. കോംപ്ലക്സ് 1നെ നമുക്ക് എങ്ങോട്ട് മാച്ച് ചെയ്യാം? കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് NADH ഡീഹൈഡ്രോജിനേസ് ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജിനേസ് നമുക്ക് ഇങ്ങോട്ട് വരക്കാം. കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് നമുക്ക് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇങ്ങോട്ട് വരക്കാം. കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ്, അത് നമുക്ക് ഇങ്ങോട്ട് വരക്കാം. കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് സൈറ്റോക്രോം C ഓക്സിഡൈസ് ആണ്. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ മക്കൾക്ക് ഓപ്ഷൻ 4 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. AQBR CS ആൻഡ് DP ഓപ്ഷൻ 4 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വൃത്തിയായി മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാണ്. ഇതെല്ലാവരും ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ ആൻസർ കമൻറ്റ് ചെയ്യണം. സൈറ്റോക്രോം C ഈസ് എ സ്മോൾ പ്രോട്ടീൻ അറ്റാച്ച് ടു ദ സൈറ്റോക്രോം C എന്ന് പറയുന്നത് സ്മോൾ പ്രോട്ടീൻ ആണ്. അത് എവിടേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. നോക്കിയാൽ ഇന്നർ സർഫസ് ഓഫ് ഔട്ടർ മെംബ്രെയിൻ ആണോ, ഔട്ടർ സർഫസ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ ആണോ, ഔട്ടർ സർഫസ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ ആണോ, ഇന്നർ സർഫസ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ ആണോ? അപ്പോൾ മക്കൾ ആൻസർ കമൻറ്റ് ചെയ്യണം.